ഒരിക്കൽ കൂടി സ്പീഡ് മാത്സ് വിദ്യയുടെ വർക്ക് ആൻഡ് ടൈം ഭാഗത്തേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാ മത്സര പരീക്ഷകൾക്കും പൊതുവെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് വർക്ക് ആൻഡ് ടൈം. ഈ ഭാഗം നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് കൈപ്പിടിയിൽ ഒതുക്കാം. ഈ വർക്ക് ആൻഡ് ടൈം പോലെ തന്നെ മറ്റൊരു ഭാഗമാണ് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. സോ പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് വർക്ക് ആൻഡ് ടൈം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. അതില് എനിക്ക് തോന്നുന്ന ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്ന മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും LCM കാണാൻ പഠിച്ചു കഴിഞ്ഞു. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ LCM എങ്ങനെ പെട്ടെന്ന് കാണാൻ പറഞ്ഞാൽ ആ LCM മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ആൻഡ് ടൈം കാണാം. ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രാമു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ജോലി ചെയ്യാൻ 18 ദിവസം വേണം. ഒരാൾക്ക് ഒരു ജോലി ചെയ്യാൻ 18 ദിവസം വേണം എങ്കിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്ന ജോലി എന്താ? ഒരു ദിവസം അയാൾ ചെയ്യുന്ന ജോലിയുടെ എത്ര ഭാഗം അയാൾ തീർക്കും? 18ൽ 1 തീർക്കും അല്ലെ? ഒരാൾക്ക് ഒരു ജോലി ചെയ്യാൻ 18 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം അയാൾ എത്ര ചെയ്യും? ആ 18ന്റെ 1 ചെയ്യും. ഇപ്പോ രവി can do a certain piece of work in 15 days. രവി can do a certain piece of work in 15 days. Then അങ്ങനെ രവിക്ക് ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്യാം എന്നാണെങ്കിൽ ഒരു ദിവസം രവി ചെയ്യുന്ന ജോലി എന്തായിരിക്കും? 15ൽ 1 ആയിരിക്കും. ബാബുവിന് ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യാമെങ്കിൽ ഒരു ദിവസം ബാബു ചെയ്യുന്ന ജോലി എന്തായിരിക്കും? 1/20 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതാണ് ചോദ്യം. രവിക്ക് ഒരു ജോലി ചെയ്യാൻ 30 ദിവസം വേണം. രവിക്ക് ഒരു ജോലി ചെയ്യാൻ 30 ദിവസം വേണം. ബാബുവിന് ആ ജോലി ചെയ്യാൻ 20 ദിവസം മതി എങ്കിൽ രവിയും ബാബുവും ഒരുമിച്ച് ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന? രവിക്ക് ഒരു ജോലി ചെയ്യാൻ 30 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം എത്ര ചെയ്യും? 30ൽ 1 ചെയ്യും അല്ലെ? ബാബുവിന് ആ ജോലി ചെയ്യാൻ 20 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം എത്ര ചെയ്യും? 20ൽ 1. അപ്പൊ രവിയും ബാബുവും ചേർന്ന് ഒരു ദിവസം എത്ര ചെയ്യും? രവി ഒരു ദിവസം ചെയ്യുന്ന പണിയാണ് 1/30. ബാബു ഒരു ദിവസം ചെയ്യുന്ന പണിയാണ് 1/20 എങ്കിൽ രവിയും ബാബുവും ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന പണി എന്താ? 1/30 + 1/20 അല്ലെ? ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ അല്ല എങ്കിൽ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? താഴെ ഉള്ള നമ്പേഴ്സിന്റെ LCM എടുത്താൽ മതി. ഇവിടെ 30 ഉണ്ട്, 20 ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞതാണ് 30, 20. അതിൽ വലിയ സംഖ്യ എടുക്കുക. ആ വലിയ സംഖ്യയിൽ ബാക്കി ഉള്ള സംഖ്യകളെല്ലാം പൂർണ്ണമായും ഹരിച്ചു പോകുമെങ്കിൽ ആ വലുതാണ് അതിന്റെ LCM. ഇവിടെ 30ൽ 20 പോകുകയില്ല. അങ്ങനെ പോകുന്നില്ല എങ്കിൽ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യകൾ പോകുന്നില്ല എങ്കിൽ അതിന്റെ അടുത്ത മൾട്ടിപ്പിൾസ് നോക്കുക. പിന്നെ ഏത് മൾട്ടിപ്പിളിലാണോ ബാക്കി സംഖ്യകൾ പോകുന്നത് അതായിരിക്കും അതിന്റെ LCM. 30ൽ 20 പോകില്ല. 30ന്റെ അടുത്ത മൾട്ടിപ്പിൾ 60 ആണ്. 60ൽ 20 പോവില്ലേ? അപ്പൊ ഇതിന്റെ LCM എന്താ? 60. അപ്പൊ താഴെ 60 ആക്കുക അല്ലെ? 30ന് 60 ആക്കാൻ *2 മേലെയും താഴെയും *2. 20ന് 60 ആക്കാനോ *3 മേലെയും താഴെയും. ഇപ്പൊ 2 × 30 ഇതെന്തായി? 60 ആയി. അഗൈൻ 20 × 3 എന്താ? 60 ആയി അല്ലെ? ഇപ്പൊ താഴെ കോമൺ ആയിട്ട് എന്തായിട്ടുണ്ട്? 60 ആയിട്ടുണ്ട്. മുകളിൽ 2 × 1 2 പ്ലസ് 1 × 3 3. 2 + 3 എന്താ? 5/60. നമ്മൾ നേരത്തെ പറഞ്ഞു രവിക്ക് ഒരു ജോലി ചെയ്യാൻ 30 ദിവസം വേണമെങ്കിൽ ഒരു ദിവസത്തെ ജോലി എന്തായിരിക്കും? 1/30. തിരിച്ച് ഞാൻ പറയട്ടെ, ഒരു ദിവസത്തെ ജോലി കിട്ടിയാൽ അതിനെ മറിച്ചിട്ടാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ടോട്ടൽ വേണ്ട ദിവസം കിട്ടില്ലേ? അതായത് രവിയുടെ ഒരു ദിവസത്തെ ജോലി 1/30 ആണെങ്കിൽ അത് മറിച്ചാൽ എന്താ? 30/1. ദാറ്റ് ഈസ് 30 അല്ലേ രവിയുടെ മൊത്തം വേണ്ടുന്ന ദിവസം. ബാബുവിന് ഒരു ജോലി ചെയ്യാൻ 1/20 ഡേയ്സ് വേണമെങ്കിൽ 1/20 മറിച്ചിട്ടാൽ 20/1 അല്ലേ ബാബുവിന് ടോട്ടൽ വേണ്ടത്. അതുപോലെ രവിയും ബാബുവും ചേരുകയാണെങ്കിൽ ഒരു ദിവസത്തെ വർക്കാണ് 5/60 എങ്കിൽ രണ്ടുപേരും ചേർന്ന് ടോട്ടൽ ചെയ്യാൻ എത്ര വേണ്ടി വരും? 60/5 അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 12 days. ഒന്നുകൂടി നോക്കാം. ശ്രദ്ധിക്കാം. ഒരു ചോദ്യം. വിനീത് can do a certain piece of work in 10 days while Sabu can do the same in 15 days and Harshan can do the same in 30 days. Then in how many days will the work be completed if all the three worked all together? വിനീതിന് ഒരു ജോലി ചെയ്യാൻ 10 ദിവസങ്ങൾ വേണം. സാബുവിന് ആ ജോലി ചെയ്യാൻ 15 ദിവസം വേണം. ഹർഷൻ ആ ജോലി ചെയ്യാൻ 30 ദിവസങ്ങൾ വേണം. എങ്കിൽ 3 പേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുമെന്നാ പറയാം?
നോക്കാം. വിനീതിന്റെ ഒരു ദിവസത്തെ വിനീതിന് ഒരു ജോലി ചെയ്യാൻ, ആ ജോലി വിനീതിന് ചെയ്യാൻ 10 ദിവസം വേണമെങ്കിൽ വിനീതിന്റെ ഒരു ദിവസത്തെ ജോലി എന്താ? 10ൽ 1. അതുപോലെ സാബുവിന് 15 ദിവസം വേണമെങ്കിൽ സാബുവിന്റെ ഒരു ദിവസത്തെ ജോലി എന്താ? 1/15. സിമിലർലി ഹർഷന്റെ ഒരു ദിവസത്തെ ജോലി എന്താ? 1/30. അപ്പൊ 3 പേരും ഒരുമിച്ച് ചെയ്താൽ ഒരു ദിവസത്തെ ജോലി 1/10 പ്ലസ് 1/15 പ്ലസ് 1/30 അല്ലെ? ഏറ്റവും വലുത് 30 അല്ലേ? അതിൽ 15 പോകുമല്ലോ, പോകും. അതിൽ 10 പോവില്ലേ, പോകും. അപ്പൊ താഴെയുള്ള ആൾക്കാർ ഒരുമിച്ചാക്കാൻ LCM എന്താ വരുന്നത്? 30. കാരണം 30ൽ ബാക്കി എല്ലാം ഉണ്ടല്ലോ. അപ്പൊ 30 ആണ് ഇതിന്റെ LCM പറഞ്ഞ. താഴെ എല്ലാവർക്കും 30 ആക്കാം. 15നെ 30 ആക്കാൻ എന്താ ചെയ്യാ? × 2. മുകളിലും താഴെയും × 2 ചെയ്തു അല്ലെ? ഇനി 10നെ 30 ആക്കാനോ? × 3. താഴെയും മുകളിലും × 3 ചെയ്തു. ഇപ്പൊ താഴെ എന്തായി? 30. 15 × 2 30, 10 × 3 30 അല്ലെ? അപ്പൊ എല്ലാവർക്കും 30 എന്താ? 30 കോമൺ. മുകളിൽ 1 × 3 3 പ്ലസ് 1 × 2 2 പ്ലസ് again 1 അല്ലെ? 1 + 2 3 3 + 3 6. അപ്പൊ എന്താ? 6/30. ഇത് ഒരു ദിവസത്തെ ജോലിയാണ്. അത് മറിച്ചിട്ടാ 3 പേരും ചേരുമ്പോ ആകെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു അറിയാലോ? എന്ന് വെച്ചാല് 3 പേരും ചേരുമ്പോ മുഴുവനായിട്ടും വേണ്ട ദിവസം നേരെ മറിച്ചാൽ 30/6 which is equal to 5 days അല്ലെ? ഒന്നുകൂടി നോക്കാം. A can do a work in 8 days while B can do the same in 12 days and C can do the same in 16 days. Then how many days will the work be completed if all of them worked all together? Aക്ക് ഒരു ജോലി ചെയ്യാൻ 8 ദിവസം വേണം, Bക്ക് 12 ദിവസം വേണം, Cക്ക് 16 ദിവസം വേണം എങ്കിൽ 3 പേരും ഒരുമിച്ചു ചെയ്താൽ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകും? നോക്കാം. Aക്ക് ആ ജോലി ചെയ്യാൻ 8 ദിവസം വേണമെങ്കിൽ ഒരു ദിവസമേ എത്ര ചെയ്യും? 8ൽ 1. Bക്ക് ചെയ്യാൻ 12 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം എത്ര ചെയ്യും? 12ൽ 1. Cക്ക് ചെയ്യാൻ 16 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം എത്ര ചെയ്യും? 16ൽ 1. സോ 3 പേരും ഒരുമിക്കുമ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ഇതായിരിക്കും 1/8 പ്ലസ് 1/12 പ്ലസ് 1/16. അഗൈൻ എന്താണ് ഇതിന്റെ LCM വരാം? ഏറ്റവും വലുത് 16. 16ൽ 8 പോകും, 12 പോകില്ല അല്ലെ? 16ൽ 12 പോകില്ല എങ്കിൽ 16ൽ 8 പോകും. അയാൾ നോക്കണ്ട, ഇനി പോവാത്ത ആൾ നോക്കിയാൽ മതി അല്ലെ? വിശദമായിട്ട് നമ്മൾ LCMന്റെ ഭാഗത്ത് പറഞ്ഞതാണ്. 16ൽ 8 പോവില്ല, 16ൽ 8 പോകും, 12 പോവില്ല എങ്കിൽ 16ന്റെ അടുത്ത മൾട്ടിപ്പിളില് പിന്നെ 12 പോകുന്ന ഏതാ? 32ല് പോവില്ല. 16 മൂന്നാമത്തെ മൾട്ടിപ്പിൾ 48. 48ല് 12 പോവില്ലേ? തീർച്ചയായിട്ടും 8ഉം പോകും. സോ LCM എന്താ വരിക? 48. 8നെ 48 ആക്കാൻ LCM എല്ലാവരും ആക്കി മാറ്റണം. 8നെ 48 ആക്കാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ മേലെയും താഴെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 16നെ 48 ആക്കാൻ × 4 ചെയ്യണം, മുകളിലും താഴെയും അതുകൊണ്ട് ചെയ്യണം. ഇനി 16നെ 48 ആക്കാൻ × 3, അത് മുകളിലും താഴെയും ചെയ്യണം. ഇപ്പൊ ഇവിടെ എന്തായി? 48 ആയി. 12 × 4 48 ആയി. 6 × 8 48 ആയി. അപ്പൊ എല്ലാവർക്കും കോമൺ എന്താ? 48. മുകളിലോ 6 × 1 6 പ്ലസ് 1 × 4 4 പ്ലസ് 1 × 3 3. അപ്പോ അല്ലെ താഴെ 48, മുകളിൽ 6 + 4 10, 10 പ്ലസ് ഈക്വൽ ടു അല്ലെ 6 + 4 10 + 3 13/48. ഈ 13/48 ഒരു ദിവസത്തെ വർക്കാ. 3 പേരും ചേരുമ്പോ അപ്പൊ ഇത് പൂർണ്ണമായും ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? ഈ 13/48 മറിച്ചിട്ടാൽ അല്ലെ 48/13. 48ൽ എത്ര 13ആ? 3 13 39 അല്ലെ? 4 ആണോ? അല്ല, 3 13 ഉള്ളൂ. 4 13 ആണെങ്കിൽ 52 വരണം. സോ 48ൽ 13 3 പ്രാവശ്യം 39 വരെ പോകും. എന്താണ് റിമൈൻഡർ? ശിഷ്ടം 39 കഴിഞ്ഞാൽ 48ലേക്ക് ബാക്കി ശിഷ്ടം 9 ബൈ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 13 ഉണ്ട്. സോ 39/13 ഡേയ്സ് ആൻസർ. ഒന്നുകൂടി നോക്കാം. ഇതുപോലെ തന്നെയാണ് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസിന്റെ പ്രോബ്ലം.
എന്നുവെച്ചാല് ഒരു പൈപ്പ് മാത്രം ഓപ്പൺ ചെയ്താൽ ഇത്ര സമയം കൊണ്ട് നിറയും, രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ ഇത്ര സമയം കൊണ്ട് നിറയും, മൂന്നാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ ഇത്ര സമയം കൊണ്ട് നിറയും എന്ന് പറയാം. ഇപ്പൊ ഒന്നാമത്തെ ടാപ്പ് മാത്രം തുറന്നാൽ 20 മിനിറ്റ് കൊണ്ട് നിറയും എങ്കിൽ ഒരു മിനിറ്റിൽ എത്ര നിറയും? 1/20. രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറന്നാൽ 30 മിനിറ്റ് കൊണ്ട് നിറയും. അപ്പൊ ഒരു മിനിറ്റിലോ 1/30. അപ്പൊ രണ്ട് ടാപ്പും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് നിറയും? 1/20 + 1/30. അപ്പൊ എന്ത് കിട്ടും? 1/20 + 1/30. ഒരു മിനിറ്റിൽ എത്ര നിറയും? അതിന് നേരെ മറിച്ചിട്ടാൽ അത് രണ്ട് ടാപ്പും തുറന്നാൽ മൊത്തം നിറയാൻ വേണ്ട സമയം കിട്ടില്ലേ? ഇപ്പൊ ഒരു ടാപ്പ് തുറന്നാൽ ഇപ്പൊ ഇത്ര ഒരു 20 മിനിറ്റിൽ നിറയും, രണ്ടാമത്തെ ടാപ്പ് ആണെന്ന് 30 മിനിറ്റ്, മൂന്നാമത്തെ ടാപ്പ് ആണെന്ന് 45 മിനിറ്റ്. അപ്പൊ ഒന്നാമത്തെ ടാപ്പ് മാത്രം തുറന്നാൽ ഒരു മിനിറ്റിൽ 1/20, രണ്ടാമത്തെ ഒരു മിനിറ്റിൽ 1/30, മൂന്നാമത്തെ ടാപ്പ് ഒരു മിനിറ്റിൽ 1/45. അപ്പൊ മൂന്ന് ടാപ്പും ഒരുമിച്ച് തുറന്നാൽ ഒരു മിനിറ്റിൽ നിറയുന്നതാണ് 1/20 + 1/30 + 1/45. അപ്പൊ മൂന്നും തുറന്നാൽ മൊത്തം നിറയാൻ എത്ര വേണം? ആ ഒരു മിനിറ്റിൽ കിട്ടുന്ന സാധനത്തെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ കിട്ടും. ഇതൊരു കാര്യം. മറിച്ച് മുകളിൽ 2-3 ടാപ്പ് നിറയ്ക്കാനുണ്ട്, താഴെ ഒരു ഹോൾ എം ടി ചെയ്യാനുണ്ട്, ആ ടാങ്ക് ഒഴുക്കി കളയാൻ, ആ ടാങ്കിന്റെ വെള്ളം എം ടി ചെയ്യാൻ കളയാനായിട്ടൊരു സാധനമുണ്ട്. കളയാന്ന് പറയുമ്പോ എന്താ? ഇങ്ങോട്ട് എടുക്കല്ലേ, കളയല്ലേ. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്നും ഉള്ളത് കളയണം, മൈനസ് ചെയ്യാം. അതായത് ഒരു ടാപ്പ് മാത്രം തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് നിറയും, വേറൊരു ടാപ്പ് തുറന്നാൽ അല്ലെങ്കിൽ ഹോൾ ഓപ്പൺ ചെയ്താൽ 30 മിനിറ്റ് കൊണ്ട് കാലിയാകും എന്ന് പറഞ്ഞാൽ 1/15 ആണ് ഒരു മിനിറ്റിൽ നിറയുന്നത്, 1/30 ആണ് കാലിയാകുന്നത്. സോ കാലിയാകുന്നതിന് നെഗറ്റീവ് വെച്ച് കൊടുക്കുക, മൈനസ് വെച്ച് കൊടുക്കുക. അപ്പൊ എന്താ? ഒരു മിനിറ്റിൽ അത് നിറയുന്നത് എന്താ? 1/15 - 1/30. തീർച്ചയായിട്ടും കാലിയാവാൻ 30 മിനിറ്റ് വേണം, നിറയാൻ 15 മിനിറ്റ് പോരെ. ഒരേ സമയം അതുകൊണ്ട് ഒരേ സമയം ആ ഹോളും ഓപ്പൺ ചെയ്തു, ടാപ്പ് ഓപ്പൺ ചെയ്താൽ തീർച്ചയായിട്ടും നിറയും. കാരണം പോകുന്ന അളവിനേക്കാൾ കൂടുതലാണ് നിറയുന്ന അളവ്. കാരണം പോവാൻ 30 മിനിറ്റ് വേണം, നിറയാൻ 15 മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ കൂടുതൽ നിറയുന്നുണ്ട് ഒരു മിനിറ്റില്, അതിന് പകുതിയോളം പോകുന്നുള്ളൂ. സോ എത്ര മനസ്സിലാക്കിയാൽ മതി. നിറയ്ക്കുന്നതെല്ലാം പോസിറ്റീവ് വെച്ച് കൊടുക്കുക, കളയുന്നതിനൊക്കെ മൈനസ് വെച്ച് കൊടുക്കുക, പെട്ടെന്ന് ആൻസർ കിട്ടും. ഒന്ന് നോക്കാം. ഇതാ, ടാപ്പ് 1 can fill a tank in 12 minutes, while tap 2 can fill in 15 minutes. There is a leakage in the tank and it will empty the tank in 20 minutes. Then in how many minutes will the tank be filled if 2 taps are opened simultaneously? ആ ടാങ്കിൽ 2 പൈപ്പുകളുണ്ട്. ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് നിറയും, രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് നിറയും. നോക്കുമ്പോൾ ആ ടാങ്കിൽ ഒരു ലീക്ക് ഉണ്ട്, ആ ടാങ്കിൽ എവിടെ ഒരു പൊട്ടൽ ലീക്ക് ഉണ്ട്. ആ ലീക്ക് കാരണം ആ ടാങ്ക് 20 മിനിറ്റിൽ കാലിയാകും. അങ്ങനെ ഇരിക്കെ ലീക്ക് അടയ്ക്കാതെ തന്നെ ആ ടാങ്കിലേക്ക് 2 പൈപ്പും തുറക്കുകയാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ടാങ്ക് നിറയാന്ന്? ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാണ്, നിറയ്ക്കാനുള്ള കാര്യമൊക്കെ പോസിറ്റീവ് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ കാലിയാക്കുന്ന കാര്യമൊക്കെ നെഗറ്റീവ് വെച്ച് കൊടുക്കുക. അപ്പൊ നിറയ്ക്കുന്നത് എന്താ അല്ലെ? 12 മിനിറ്റിൽ നിറയ്ക്കുന്നു. ഒന്നാമത്തെ തുറന്നാൽ പറഞ്ഞാൽ ഒന്നാമത്തെ മാത്രം ഓപ്പൺ ചെയ്താൽ അതിന് 12-ൽ 1 എന്താവും? നിറയും. രണ്ടാമത്തെ മാത്രം ഓപ്പൺ ചെയ്താൽ 15-ൽ 1 നിറയും. ആ ലീക്കേജ് കാരണം 20 മിനിറ്റ് കൊണ്ട് കാലിയാവുകയാണെങ്കിൽ ആ ലീക്കേജ് മാത്രം കൊണ്ട് 20-ൽ 1 ഓരോ മിനിറ്റിലും ഒരു മിനിറ്റില് അതിന്റെ 20-ൽ 1 കാലി ആയിക്കൊണ്ടിരിക്കും. ഒരേ സമയം 3ഉം ഹാപ്പൻ ചെയ്യുകയാണെങ്കിലോ ഇത് രണ്ടും നിറയ്ക്കാനാണ്. ഇപ്പൊ രണ്ടും നിറയ്ക്കാനാകുമ്പോ പ്ലസ് ആയി, ഈ 1/20 ഉള്ളതെന്ന് കളയണം, സോ മൈനസ്. ഒരേ സമയം ഇവർ ഓപ്പൺ ചെയ്യുകയും ചെയ്തു, ഇത് മൈനസ് ചെയ്യുകയും ചെയ്തു പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ആ ടാങ്ക് നിറയുന്നത് ഇതാണ്, 1/12 പ്ലസ് 1/15 മൈനസ് 1/20. വീണ്ടും പഴയ പോലെ തന്നെ LCM എന്താ വരാ? 20-ൽ 2 പോവില്ല, 20-ന്റെ അടുത്ത മൾട്ടിപ്പിൾ 40 ആണ്, അതിലും പോവില്ല. 20-ന്റെ അടുത്ത മൂന്നാമത്തെ മൾട്ടിപ്പിൾ 60 ആണ്, 60-ൽ 15 പോകും, 60-ൽ 12 പോകും. സോ LCM എന്താ? 60, 60. 12-നെ 60 ആക്കാൻ × 3 മുകളിലും താഴെയും അല്ലെ, 15-നെ ആക്കാനോ × 4 മുകളിലും താഴെയും, എഗെയിൻ 12-നെ ആക്കാനോ × 5 മുകളിലും താഴെയും. ഇപ്പോ 60, 15 × 4 60, 5 × 12 എല്ലാം താഴെ 60 ആയി അല്ലെ. മുകളിൽ എന്താ? 5 × 1 5, ഈ പ്ലസ് 1 × 4 4, ഈ മൈനസ് അല്ലെ. 1 × 3 എന്താ? 3. 5 + 4 9. 9 - 3 6/60 ആണ് ഒരു മിനിറ്റിൽ നിറയണത്. അപ്പൊ മൊത്തം നിറയാൻ വേണ്ട സമയം
60/6 എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്സ് ആണ് ആൻസർ. ഇതുപോലെ എത്ര ടാപ്പ് വന്നാലും എത്ര ഹോള് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ടാപ്പ് ഇങ്ങോട്ട് നടക്കുന്ന ടാപ്സ് എല്ലാം പോസിറ്റീവ് വെച്ചു കൊടുക്കുക, അങ്ങോട്ട് കളയുന്നതെല്ലാം നെഗറ്റീവ് വെച്ചു കൊടുക്കുക, അവസാനം ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുക, ആൻസർ കിട്ടും. ഇതുപോലെ ഇനി ഇതിന്റെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളായ ഒരുപാട് തന്നെ ടൈപ്പുകൾ ചോദ്യങ്ങളുണ്ട്. നമുക്കതെല്ലാം അടുത്ത ടൈപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.